നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാരായണീയ പാരായണത്തിൻ്റെ ഒരു ദിവസമാണ്. നമ്മളിപ്പോൾ 9ാമത്തെ ദശകമാണ് പറയാനായിട്ട് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ 7 ശ്ലോകങ്ങൾ വരെ പറഞ്ഞു. ഇനി 8, 9, 10 3 ശ്ലോകങ്ങൾ കൂടെ ഈ ദശകത്തിലുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടി തുടങ്ങാനായിട്ട് വിരാട് പുരുഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുപാട് കാലം തപസ് ചെയ്തു. താൻ ഇരിക്കുന്ന തൻ്റെ ഈ ദിവ്യപത്മം സഹസ്ര ദള പത്മം എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നറിയാൻ ഒരുപാട് സഞ്ചരിച്ചു നോക്കി. ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. ആകെ ഇരുട്ടായിരുന്നു. പക്ഷേ താമരമൊട്ട് അങ്ങോട്ട് വിരിയാൻ തുടങ്ങിയപ്പോൾ പ്രകാശം പരന്നു. ഇപ്പം നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. വിരാട് പുരുഷൻ്റെ ഭക്തി കൊണ്ടും അനുഗ്രഹം കൊണ്ടും സൃഷ്ടികർമ്മ ചെയ്യുന്നതിനുള്ള കഴിവ് ആർജിക്കുകയാണ് ബ്രഹ്മാവ്. ഈ 9ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകമാണ് നമ്മളിനി വായിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കും. ലഭസ്വഭുവനത്രയീ രജനദക്ഷദാമക്ഷദാം ഗൃഹാണ മദനുഗ്രഹ കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനേ മയി ച ഭക്തിരത്യുത്കടേ ഇതി ഉദീര്യഗിരിമാതദ ദുരിതചേതസം വേദസം. അതായത് ഇവിടെ പറയുന്നത് വിധേ അക്ഷതാം ഭുവനത്രയീ രജന ദക്ഷതാം ലഭസ്വ. അല്ലയോ ബ്രഹ്മാവേ, വിധേ എന്ന് പറഞ്ഞാൽ വിധാതാവ്. അല്ലയോ ബ്രഹ്മാവേ, എന്താണ്? ഭുവനത്രയീ രജനദക്ഷതാം, ഒരു ഹാനിയും തട്ടാതെ, ഒരു കോട്ടവും തട്ടാതെ, ഒരു കേടുപാടുകളും ഇല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? ഭുവനത്രയീ, ത്രൈലോക്യങ്ങൾ മുഴുവൻ, 3 ലോകങ്ങളും സൃഷ്ടിക്ക് വേണ്ടതായ സാമർഥ്യം, അതായത് രചനദക്ഷതാം, സൃഷ്ടികർമ്മം ചെയ്യുന്നതിനുള്ള സാമർഥ്യം. മദനുഗ്രഹം ഗൃഹാണ, അതിന് എൻ്റെ അനുഗ്രഹത്തെ കൈക്കൊണ്ടാലും. വിരാട് പുരുഷൻ ബ്രഹ്മാവിനെ അങ്ങോട്ട് അനുഗ്രഹിക്കുക, മനസ്സറിഞ്ഞ് തപസ്സിന് അനുഗ്രഹിക്കുക. ത്രിലോകങ്ങൾ സൃഷ്ടിക്കുന്നതിന് അല്ലയോ ബ്രഹ്മാവേ, അതിന് വേണ്ടതായ പ്രാപ്തി, കഴിവ്, സാമർഥ്യം ഇതങ്ങേക്ക് ഞാൻ തരാൻ പോവുകയാണ്. ഇതങ്ങ് സ്വീകരിച്ചാലും, എൻ്റെ അനുഗ്രഹത്തെ അങ്ങോട്ട് സ്വീകരിച്ചാലും. തപച്ച ഭൂയ കുരു അഖില സാധനീമയി. തപസ് ഇനി ചെയ്യും വേണം കേട്ടോ, നിർത്തുന്നും വേണ്ട. ഇതുവരെ തപസ് ചെയ്തു അനുഗ്രഹമൊക്കെ കിട്ടി, ഇനി ഇതങ്ങോട്ട് നിർത്തികളെ അങ്ങനെ വിചാരിക്കേണ്ട. തപസ് ഇനി ചെയ്യുകയും വേണം. ഏത് കാര്യത്തെയും സാധിപ്പിക്കുന്നതായ എങ്കലുള്ള ഭക്തി, അതായത് വിരാട് പുരുഷനെ ഭഗവാൻ പറയാണ്, എന്നോട് അങ്ങേക്കുള്ളതായ ഭക്തി ഉണ്ടല്ലോ, അതിതീവ്രമായിട്ട് ഭക്തിച്ച അത്യുത്കടാഭവതു, അങ്ങക്ക് എന്നോട് ഉള്ളതായിട്ടുള്ള ആ ഭക്തി അതിതീവ്രമായിട്ട് നിലനിൽക്കട്ടെ. ഭക്തി കുറയ്ക്കൊന്നും വേണ്ട. തപസ് ചെയ്തൂലോ, അനുഗ്രഹം ലഭിച്ചൂലോ, എനിക്കിനി സൃഷ്ടികർമ്മം തുടങ്ങാലോ എന്ന് കരുതി അങ്ങ് തപസ് നിർത്തണ്ട. അങ്ങക്ക് എന്നോടുള്ള ഭക്തി അതിൻ്റെ പരമോന്നത തലങ്ങളിൽ തന്നെ നിലനിൽക്കട്ടെ. ഇതിഗിരം ഉദീര്യ വേദസം മുദിത ചേതസം ആദത എന്നെല്ലാം അരുളി ചെയ്തുകൊണ്ട് ഭഗവാൻ ഇതിഗിരം ഉദീര്യ, ഈ വിധത്തിലെല്ലാം അരുളി ചെയ്തിട്ട് വേദസം വെച്ചാൽ ബ്രഹ്മാവ് തന്നെ, വേദസം ഉദിത ചേതസം ആദത, ബ്രഹ്മാവിനെ അങ്ങോട്ട് സന്തുഷ്ട, ഉദിത മാനസം എന്ന് പറഞ്ഞാൽ നല്ല തൃപ്തിയുള്ള, സന്തോഷമുള്ള, ആനന്ദമുള്ള, നല്ല ചാരിതാർത്ഥ്യമുള്ള മനസ്സുള്ളവനാക്കി മാറ്റുകയും ചെയ്തു ഭഗവാൻ. അതായത്
ഇതിൽ ഒന്നേ പറയുന്നുള്ളൂ. അതിന് എൻ്റെ ആഗ്രഹം മാത്രം മതി, എൻ്റെ അനുഗ്രഹം മാത്രം മതി അങ്ങേക്ക് സൃഷ്ടികർമ്മം നടത്താൻ. അങ്ങയുടെ തപസ്സിൻ്റെ ഫലമായി ഞാൻ ആ അനുഗ്രഹം ഇപ്പം അങ്ങ് തരുകയാണ് എന്ന് കരുതി അങ്ങ് തപസ് നിർത്തുമൊന്നും വേണ്ട. ഈശ്വരാനുഗ്രഹം എത്രയുണ്ടായാലും കർമ്മം ചെയ്താലേ ഏത് കാര്യവും നടക്കുള്ളൂ. ഈശ്വരാധീനമുള്ളത് കൊണ്ട് തന്നെത്താൻ ഇങ്ങോട്ട് കയ്യിൽ വന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത്. നമ്മൾ കർമ്മം ചെയ്യണം. ആ കർമ്മത്തിന് കർമ്മഫലം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈശ്വരാധീനത്തോടു കൂടി ചെയ്താൽ നല്ലതായിട്ട് വരും, നല്ലതായ ഫലവും ലഭിക്കും. അതുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങ് തപസ് ചെയ്യൂ. ഇതിനെല്ലാം ദൃഢമായിട്ടുള്ളൊരു ശക്തി അത്യന്താപേക്ഷിതമാണ്. അത് അങ്ങേക്കുണ്ട്. ഇതാണ് ഉദീരണം. ഭഗവാന്റെ ആ അനുഗ്രഹ വാക്കുകൾ ഇതാണ്. അത്യുത്കടം എന്ന് വെച്ചാൽ ഉറച്ചതായിട്ടുള്ള ഭക്തി അങ്ങേക്കുണ്ട്, ഉണ്ടാവണം, അത് നിലനിർത്തണം. ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ലഭസ്വഭുവനത്രയീരജന ദക്ഷതാമക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനി മയി ച ഭക്തിരത്യുത്കടേ ഉദീര്യ ഗിരിമാധദാ ഉദിത ചേതസം വേദസം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ, മലയാളത്തിലേക്കുള്ള പരിഭാഷ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് നോക്കാം. വിഷ്ണു മെല്ലെ അരുൾ ചെയ്തു ലോക സൃഷ്ടി ചെയ്തിടുക. ബ്രഹ്മാവിനോട് തപസ് ചെയ്യുന്ന ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷക്കൊണ്ട് ആ അനന്തശായിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ ബ്രഹ്മാവ് കണ്ടു എന്നല്ലേ പറയണേ, ദിവ്യ ദർശനം ലഭിച്ചു എന്നല്ലേ പറയണേ. അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് വിഷ്ണു മെല്ലെ അരുൾ ചെയ്തു, ബ്രഹ്മാവിനോട് പറഞ്ഞു, ലോക സൃഷ്ടി ചെയ്തിടുക. 3 ലോകം എന്നിലുള്ള അചഞ്ചല ഭക്തിഭാവത്തിൽ, എന്നോടുള്ള അചഞ്ചലമായ ഭക്തി കൈവരിച്ചുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് അങ്ങ് ലോകസൃഷ്ടി ആരംഭിച്ചോളൂ. ഇനിയും തപസ്സു ചെയ്യൂ, ഇനിയും അങ്ങ് തപസ്സു ചെയ്യൂ എന്നതു കേട്ട നേരത്തിൽ ബ്രഹ്മദേവൻ ദിവ്യമാകും ആനന്ദം നേടി. ഇനി തപസ്സു ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവനെ വീണ്ടും സന്തോഷമായി. അദ്ദേഹം തപസ്സിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. ഇതിൽ 9ാമത്തെ ശ്ലോകം. ശതം കൃതതപസ്തുദാസാ ഖലു ദിവ്യവത്സരാന അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുന വിജൃംഭിത പവനപാദസി പീതവാൻ. ഇതിലെന്താ പറയുക? തതസ ഖലു ശതം ദിവ്യസംവത്സരാൻ കൃതതപ എന്ന് പറഞ്ഞാൽ അനന്തരം, അതായത് തഥ എന്ന് പറഞ്ഞാൽ അനന്തരം എന്നുള്ളൊരർത്ഥം. അതായത് പിന്നീട് ഇതൊക്കെ കേട്ട് ബ്രഹ്മസൃഷ്ടി തുടങ്ങവേ തന്നെ ബ്രഹ്മാവ് 100 ദിവ്യ സംവത്സരം മുഴുവനും തപസ്സനുഷ്ഠിച്ചു. അതാണ് പറയുന്നത് ദിവ്യ സംവത്സരാൻ കൃതതപ. ശതം ദിവ്യ സംവത്സരാൻ, 100 ദിവ്യ സംവത്സരം വർഷങ്ങൾ തപസ് ചെയ്തു. കൃതതപ തപസ് ചെയ്തു. പൂർവാധികം തപോബലം മതിബലം ച അവാപ്യ ച, മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തപശക്തി നേടുകയും മനഃശക്തി നേടുകയും ചെയ്തു. ഈ 100 ദിവ്യവത്സരങ്ങൾ തപസ്സുകൊണ്ട് ഒന്നുകൂടി മനഃശക്തിയും തപശക്തിയൊക്കെ നേടി. പങ്കജം പയസി വായുന കമ്പിതം കില ഉദീക്ഷ്യ. പങ്കജം എന്ന് പറഞ്ഞാൽ താമരപ്പൂവിനെ പയസി എന്ന് വെച്ചാൽ മഹാസമുദ്രം, കാരണജലത്തിൽ
കാറ്റിലിട്ടുലയ്ക്കുന്നതായി കാണവേ. ഇടയ്ക്കിടയ്ക്ക് ഈ ഓളം വെട്ടുമ്പോൾ ഈ താമരപ്പൂ നിൽക്കുന്നത് മഹാർണവത്തിൽ പ്രളയത്തിലാണല്ലോ, ജലത്തിലാണല്ലോ. അപ്പം ആ താമരപ്പൂ ഇങ്ങനെ ഉലയുന്നുണ്ട്, കാറ്റിലിട്ട് ഉലയുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവം വന്നു. അപ്പോൾ ഭവദ്ബല വിജൃംഭിത, അവിടെ നിന്നാകുന്ന ഒരു ബലത്തിൽ പ്രഭാവം ഉറ്റവനായിട്ട് ഇങ്ങനെ ഒലയുമ്പോൾ ഇതിപ്പോൾ എവിടെയാണ് ഒന്ന് പിടിക്കണേ ഭയം വരുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളം, അങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളം, എല്ലാം ആകെ താൻ ഈ താമരപ്പൂവിൽ ഇരിക്കണു. അത്രയേ ഉള്ളൂ. ഒരു ആധാരം ഈ താമരപ്പൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓളം വെട്ടി താമരപ്പൂ ഉലയുമ്പോൾ ഒരു ഭയപ്പാടോടുകൂടി ഭഗവാനെ തന്നെ, ആ പ്രഭാവമുറ്റവരായിട്ട് അങ്ങയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് പവനപാദസി പീതവാൻ. പവനൻ എന്ന് പറഞ്ഞാൽ വായു, കാറ്റ്. ആ പവനപാദസി രണ്ട്, അതായത് വായുവിൻ്റെയും പയസ്സിൻ്റെയും പാനക്രിയയാൽ ഉൾക്കൊണ്ട് കളഞ്ഞു. അതായത് കാറ്റ് വീശുന്നുണ്ട്, അപ്പോൾ വായുവിനെയും പയസ്സി എന്ന് പറഞ്ഞ ജലം മഹാപ്രളയത്തെയും അദ്ദേഹം ആശ്രയിച്ചു, അതിൽ തന്നെ വിശ്വസിച്ചു. ദിവ്യ സംവത്സരം അത്യന്തം സംയഗതിയ. അതായത് ഇതിൽ പറയുന്നത് ബ്രഹ്മാവ് വീണ്ടും വീണ്ടും തപസ് ചെയ്യുകയൊക്കെ ചെയ്തു, കൂടുതൽ ശക്തിയൊക്കെ ആർജിച്ചു. പക്ഷേ ഈ താമരപ്പൂ ഇങ്ങനെ ഒലയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു താമരപ്പൂവിനെ തന്നെ ആശ്രയിക്കാനേ പറ്റിയുള്ളൂ, മറ്റൊരാശ്രയവും ഉണ്ടായിരുന്നില്ല. അങ്ങയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം തപസ് തുടർന്നു. ഇതിൻ്റെ പരിഭാഷയൊന്ന് നോക്കൂ. അനന്തരം കമാല സംഭവനാകും ദേവദേവൻ, അനന്തരം കമാല സംഭവനാകും ദേവദേവൻ, അനവധി സംവത്സരം തപസ്സു ചെയ്തു. ദിവ്യവത്സരം, ദിവ്യവത്സരങ്ങൾ 100 ദിവ്യ സംവത്സരങ്ങൾ വീണ്ടും തപസ് ചെയ്തു. താമരപ്പൂ ഇളക്കിയ കാറ്റിനെയും വെള്ളത്തെയും. താമരപ്പൂ ഉലയുമ്പോൾ വാസ്തവത്തിൽ ഓളത്തിൽ താമരപ്പൂ അനങ്ങുകയാണ്. താമരപ്പൂ അനങ്ങുമ്പോൾ ഓളം വെട്ടുകയും ചെയ്യും. താമരപ്പൂ ഇളക്കിയ കാറ്റിനെയും വെള്ളത്തെയും പാനക്രിയ ചെയ്തു നിൻ്റെ അനുഗ്രഹത്താൽ എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്, 10ാമത്തെ ശ്ലോകമാണിത്. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സാ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുർപുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. അതായത് തവൈവ കൃപയാ പുനഃ സരസിജേന തേന ഏവ സ. അതായത് പുനഃ ഏവ തവ, പുനഃ തവ കൃപയ ഏവ. പിന്നെ പുനഃന്ന് വെച്ചാൽ പിന്നീട് അദ്ദേഹം എന്താ ചെയ്തത്, ഈ കാറ്റിലാടുകൻ ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ അദ്ദേഹം, അതായത് ബ്രഹ്മാവ്, അവിടത്തെ കാരുണ്യത്താൽ തന്നെ, തവ കൃപയാ ഏവ, അവിടത്തെ കാരുണ്യത്താൽ തന്നെ, തേന സരസിജേന ഏവ ഭുവനത്രയം പ്രകൽപ്യ, ഒരു നാഭികമലം കൊണ്ട് തന്നെ, തേന സരസിജേന, താമരപ്പൂവിൻ്റെ ആ നാഭികമലം കൊണ്ട്, താമരപ്പൂ കൊണ്ട് ത്രൈലോക്യത്തെ വിഭക്തമായി നിർമ്മിച്ചിട്ട്, ത്രൈലോക്യം 3 ലോകത്തെ അങ്ങോട്ട് നിർമ്മിച്ചു. പ്രജാനിർമ്മിതര പ്രവവൃതേ ഗുരുമരുർപുരാധീശ്വര ത്വം തഥാവിധ കൃപാഭര. അതായത് ആ നാഭികമല പ്രജാസൃഷ്ടി കാര്യത്തിൽ ഏർപ്പെട്ടു. 3 ലോകങ്ങൾ നിർമ്മിച്ചു, അതിലൊക്കെ പ്രജകളെയും നിർമ്മിച്ചു. ഗുരുപുരാധീശ്വര, എൻ്റെ ഗുരുവായൂരപ്പ, ത്വം അങ്ങ് ആ വിധത്തിലുള്ള തഥാവിധ കൃപാഭര, ആ കൃപാഭര എന്ന കൃപ, കനിവ്, കാരുണ്യം, കൃപാഭര കാരുണ്യം നിറഞ്ഞ
തവ കൃതകൃപാഭരഞ്ച അങ്ങയുടെ ആ കാരുണ്യം നിറഞ്ഞ പ്രവർത്തികൾ ഗുരുദയോക്ഷിതൈ ഈക്ഷിതൈ കനത്ത കാരുണ്യത്താൽ കുതിർത്ത കടാക്ഷങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യമുള്ള പ്രവർത്തികൾ ആശു മാം പരിപാഹി താമസിയാതെ ഈ ഉള്ളവനെ തികച്ചും കാത്തരുളേണമേ. ഇത്ര വലിയ മഹാസൃഷ്ടിയൊക്കെ നടത്തുന്ന, ത്രിലോകങ്ങൾ സൃഷ്ടിച്ച, അത് പ്രജാസൃഷ്ടി നടത്തിയ കാരുണ്യമുള്ള വിധാതാവേ, അതിനെല്ലാം പ്രേരിപ്പിച്ച ഗുരുവായൂപുരാധീശ്വര ഗുരുവായൂരപ്പ അടിയനെയും കാത്തുകൊള്ളണേ. ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കുകയാണ്. തവൈവ കൃപയാ പുന സരസിജേനദേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനർമ്മിതൗ തദാവിധ കൃപാപരു ഗുരുർമരുട്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. അതായത് ഈ സൃഷ്ടികർമ്മമൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തുന്ന കാരുണ്യവാനായ ഭഗവാനെ, വിധാതാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മഹാവിഷ്ണു പ്രഭു, അങ്ങ് എന്നെയും സംരക്ഷിക്കൂ. പരിഭാഷയൊന്ന് നോക്കൂ. അവിടത്തെ കാരുണ്യത്താൽ പത്മജനാം ദേവദേവൻ. ഭഗവാനെ, വിരാട് പുരുഷ മഹാവിഷ്ണു, അവിടുത്തെ കാരുണ്യം കൊണ്ട് പത്മജനാകുന്ന താമരപ്പൂവിൽ അവതരിച്ച ആ ദേവദേവൻ ബ്രഹ്മാവ് അനന്തരം പ്രജാസൃഷ്ടി തുടങ്ങി വച്ചു. പ്രജകളെയൊക്കെ സൃഷ്ടിക്കാനായിട്ട് തുടക്കം കുറിച്ചു. കനത്ത കാരുണ്യത്താലേ കുതിർന്ന കടാക്ഷങ്ങളാൽ കാത്തിടേണം അടിയനെ വാതാലയേശ. കാരുണ്യത്തിൽ കുതിർന്ന കടാക്ഷത്താൽ എന്ന് പറഞ്ഞാൽ ദയാപരമായ ആ കടാക്ഷം കൊണ്ട്, നോട്ടം കൊണ്ട് ഭഗവാനെ അങ്ങ് എന്നെ സംരക്ഷിക്കണേ എന്ന് ഭക്തകവി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ 9ാമത്തെ ദശകം കഴിഞ്ഞു. ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള ഈ പാരായണം, നാരായണീയ പാരായണ പഠന ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവ് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ തന്നെ ഒന്ന് കേൾക്കാലോ. ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളല്ലേ, ഒന്ന് കേൾക്കാലോ. അതുകൊണ്ട് ഈ ദശകം ഇപ്പോൾ 9ാമത്തെ ദശകം നമ്മളിപ്പോൾ ഇവിടെ സമർപ്പിക്കുകയാണ് ഗുരുവായൂരപ്പന്. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ഇവിടെ പറഞ്ഞ എല്ലാ പദങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മാലതി ചേച്ചി. നാരായണീയം കേൾക്കും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.